ദിസ് ഈസ് റോക്കി. ഇത് വന്നുള്ളൂ 2 year old മെയിൽ ലാബ്രഡോറാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സംസാര വിഷയം, നമുക്കിപ്പോൾ കുറേ ബ്രീഡ്സ് നിരോധിച്ചല്ലോ, അതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് റോങ് ഹാൻഡ്സിൽ വരാൻ പാടില്ല എന്നുള്ളത്. എല്ലാവരും പറയും വളർത്തും പോലെയാണെന്നുള്ളത്, പക്ഷേ വളർത്തും പോലെ വെച്ചാൽ എല്ലാവർക്കും വളർത്താനുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നില്ല. ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കാത്തത് പോലെ ഡോഗ്സിനെയും പെറ്റ്സിനെയും ഓരോ അനിമൽസിനെയും എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നും പഠിപ്പിക്കുന്നില്ല. അതുപോലെ പഠിപ്പിച്ചാലും ചില ബ്രീഡ്സുകൾ അവരുടെ ബ്ലഡ് ലൈനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ കാനി കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഡോഗ് അർജൻറ്റീന ആണെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് നമ്മളെത്ര ട്രെയിൻ ചെയ്താലും വീട്ടിൽ പിള്ളേരൊക്കെ വാങ്ങിച്ചിട്ടിട്ട് പോവുകയെ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഡോഗ് അവസാനം പാരൻസ് നോക്കണം, അപ്പോഴൊന്നും നടക്കത്തൊന്നുമില്ല, വലുതാകും. അങ്ങനെ പിള്ളേരുടെ വാശിപ്പുറത്ത് നിങ്ങൾ ആരും ഡോഗ്സ് വാങ്ങിക്കാതിരിക്കുക. ഡോഗ്സ് വാങ്ങിക്കുമ്പോഴത്തേക്കും നിങ്ങളെ പർപ്പസ് നോക്കുക. ഷെഡിങ് ഭയങ്കര ഇഷ്ടമാണ്. ഷെഡിങ് എന്താ പറയുക, പെയിൻറ്റ്, ഷെഡിങ്. അതേപോലെ തന്നെ ഡ്രൂളിങ്ങൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടുത്തേ ഇല്ല. ഇപ്പം വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ഡ്രൂളിംഗ് ഒന്നും നേരിട്ട് അനുഭവിക്കില്ലല്ലോ. ഇപ്പം പിറ്റ്ബുള്ള് അല്ലെങ്കിൽ മസ്റ്റിഫ്സ്, ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കൻ ബുള്ളി, ഫ്രഞ്ച് ബുള്ളി, ഇവരൊക്കെ ഡ്രൂൾ ചെയ്തുകൊണ്ടിരിക്കും. അതുമല്ല ഇവർ അനിമൽസിനെ ചേസ് ചെയ്ത് കടിക്കുകയും ചെയ്യും. ഇങ്ങോട്ടോടാ, നിൻ്റെ മുഖം കാണില്ലേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവില്ലേ നിൻ്റെ വീശിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ തന്നേനെ, എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നേനെ. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡോഗ്സൊക്കെ എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യുന്നത്? കുഞ്ഞിലേ സോഷ്യലൈസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നടക്കത്തൊന്നുമില്ല. ഇതിനെ കൊണ്ട് നടക്കാനും ബെൽറ്റിനെ പോയിട്ട് പൊട്ടിച്ച് വേറെ ഡോഗിനെ പോയി കൊല്ലും. അപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ബോർഡിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതേപോലത്തെ ഡോഗ്സിനെ നമുക്ക് തുറന്നു വിടാനോ, ഇതേപോലെ ഓഫ് ലീഷ് ചെയ്യാനോ, ഇതേപോലെ ലാബിൻ്റെ കൂടെ ഒന്നും വിട്ടിട്ട് ചുമ്മാ ഇരിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. ഏത് നിമിഷം വേണോ അവരിങ്ങനെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കൊക്കെ മറ്റേ ഭ്രമയുഗത്തിൽ ലാബും പകലും ഒക്കെ മാറുന്നത് പോലെ അവരുടെ ക്യാരക്ടർ മാറും. സ്വിച്ചിട്ടതുപോലെ മാറും. കാരണം അവർ DNA അത് കിടപ്പുണ്ട്. പണ്ട് യുദ്ധത്തിൽ ബുള്ളിനെ ഹണ്ട് ചെയ്യാനും എലിഫൻറ്റിനെ തള്ളിയിടാനും പന്നിയെ പിടിക്കാനും ഒക്കെ ഓർമ്മ പെട്ടെന്ന് മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അന്യനും റെമോയൊക്കെ ആവുന്നത് പോലെ ആവും. പക്ഷേ ഈ ഡോഗ്സൊന്നും അങ്ങനെയല്ല, അങ്ങനെ ആവത്തില്ല. അപ്പോൾ നിങ്ങൾ ബിഗ് ഡോഗ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉള്ള ഡോഗ്സിനെ നോക്കുക. ഇപ്പോൾ വെറുതെ ടെററാണ് ശരിക്കും. നമ്മൾ വളർത്തും പോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തി മറ്റേ ചെപ്പ് കൂട്ട്, മറ്റേ പാപ്പം തിന്നാൻ ചെപ്പ് കൂട്ടെന്നൊക്കെ കളിച്ച പട്ടി അപ്പുറത്ത് കോഴിയെ കണ്ടാൽ കൊല്ലും. എൻ്റെ ഇവിടെ ബോർഡിങ്ങിന് വന്ന ഡോഗ്സ് കോഴിയെ കൊന്നിട്ടുണ്ട്. ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവർ ബാക്കി അനിമൽസുമായിട്ടും സീനാണ്. അപ്പോൾ അവർ സോഷ്യലൈസ് ആവത്തില്ല. അപ്പം ഇവരൊക്കെ തോന്നുന്ന ഡോഗ്സിനോടൊക്കെ വിടാൻ പറ്റത്തില്ല. അപ്പോൾ കൂട്ടിലിടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ട്രെയിൻ ചെയ്യും? ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. കുറേ ഡോഗ്സും നമുക്ക് ക്ലൈമറ്റിന് പോലും പറ്റത്തില്ല. ഇവിടെ വന്ന് ഹീറ്റ് സ്ട്രോക്ക് അടിച്ച് കിടക്കും. ഇവിടെ ഹീറ്റ് സ്ട്രോക്ക് അടിച്ച് കിടക്കും. ഇവിടെ കിടക്കാതെ ഇരിക്കാൻ പറ്റുന്ന ഡോഗ്സിനെ വേണം വാങ്ങിക്കാനുള്ളത്. ഹസ്കിയും ഒരു തണുപ്പത്ത് കിടക്കുന്ന ഡോഗിനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഈ റിങ്കിൾസ് ഇങ്ങനെ നിൽക്കുന്ന ഹെഡിൽ പഗ്, കണ്ണൊക്കെ വെളിച്ചാടി വെറുതെ ബ്രീഡ് ഇവരെ നശിപ്പിച്ചു. അമേരിക്കൻ ബുള്ളീസൊക്കെ അവർക്ക് കാലൊക്കെ വീക്കായി കുഞ്ഞു കാലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് വിഷയങ്ങൾ. ഇതൊക്കെ ബ്രീഡിങ്ങിൻ്റെയും കുഴപ്പമുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ പടച്ചു വിട്ടിട്ട് കാര്യമില്ല. പർപ്പസിന് വേണ്ടിയായിട്ട് എടുക്കുക ഡോഗ്സ്. നിങ്ങൾക്ക് പെറ്റായിട്ട് വളർത്താനാണെങ്കിൽ പെറ്റായിട്ടുള്ള ഡോഗിനെ തന്നെ എടുക്കുക. നിങ്ങൾക്ക് പെറ്റായിട്ടാണ് വേണ്ടത് വലിയ. എന്നിട്ടും പക്ഷേ ലുക്കിന് വേണ്ടിയാണ് പലരും വലിയ ഡോഗ്സിനെ വാങ്ങിക്കുന്നത്. അതിനുള്ള ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല, ഗ്രൂമിങ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വെറുതെ ഇങ്ങനെ കിടക്കും. എന്തിനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അങ്ങനത്തെ ഡോഗ്സിനെ വാങ്ങിക്കുക. അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്, ഇന്ത്യ ബ്രീഡ്സും കാര്യങ്ങളൊക്കെ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഡോഗ് തന്നെയാണ്. അത് വളർത്തും പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റത്തില്ല. വലിയൊരു മെജോറിറ്റിക്കും പറ്റത്തില്ല. 90% പറ്റത്തില്ല. വീട്ടിൽ ചെപ്പ് കൂട്ടും, ആൾക്കാർ വരുമ്പോഴത്തേക്കും ചെപ്പ് കൂട്ടുന്നതൊക്കെ പറ്റും. പക്ഷെ വേറെ ഡോഗ്സും വേറെ അനിമൽസുമായിട്ടുള്ളത് പറ്റത്തില്ല. അതാണ് വിഷയം. അതിലാണ് കാര്യം ഇരിക്കുന്നത്. അത് പറ്റാത്ത ഡോഗ്സിനെ നമുക്ക് വേറെ ഒന്നും ട്രസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. കുറേ കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ എല്ലാ ഡോഗ്സും ആക്കി എടുക്കാനും പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. വേറെ വീഡിയോ കാണാം. ബൈ.